ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. First question, accounts of expenses and losses are called. Accounts of expenses and losses are called. എക്സ്പെൻസിന്റെയും ലോസിന്റെയും അക്കൗണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി അസറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ സി ലയബിലിറ്റി അക്കൗണ്ട്, ഓപ്ഷൻ ഡി റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നൺ ഓഫ് ദിസ് ആണ്. കാരണം എക്സ്പെൻസസ് ആൻഡ് ലോസസിന്റെ അക്കൗണ്ട് അറിയപ്പെടുന്നത് നോമിനൽ അക്കൗണ്ട് എന്നാണ്. നോമിനൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഈസ് എ. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്നത് ഏത് ടൈപ്പിലുള്ള അക്കൗണ്ട് ആണ്? ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആർ കോൾഡ്. അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആർ കോൾഡ്. അസറ്റിൽ നിന്നും ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ ലഭിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ലോസ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. ആൻസർ ഓപ്ഷൻ സി ക്യാപിറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരേജ് ഔട്ട്വേഡ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ക്യാരേജ് ഔട്ട്വേഡ് എന്നത് ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? ഓപ്ഷൻ എ ക്യാഷ്, ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓപ്ഷൻ ഡി പർച്ചേസ്. ആൻസർ ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ്. ക്യാരേജ് ഇൻവേഡ് എന്നത് ബിസിനസ്സിനുള്ളിലേക്ക് റോ മെറ്റീരിയൽ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലവാകുന്ന ക്യാരേജ് ആണ്. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പി ആൻഡ് എൽ അക്കൗണ്ടിലല്ല ഉൾപ്പെടുത്തേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാരേജ് ഔട്ട്വേഡ് എന്നത് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയതിനു ശേഷം സെയിൽസുമായി ബന്ധപ്പെട്ട് അല്ലാതെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ക്യാരേജ് ഔട്ട്വേഡ്. അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയേഴ്സ് ആർ കോൾഡ്. ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയേഴ്സ് ആർ കോൾഡ്. സപ്ലയേഴ്സിന് തന്നെ ഗുഡ്സ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ സെയിൽസ് റിട്ടേൺ, ഓപ്ഷൻ ബി റിട്ടേൺ ഇൻവേർഡ്, ഓപ്ഷൻ സി സെയിൽസ്, ഓപ്ഷൻ ഡി പർച്ചേസ് റിട്ടേൺ, ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. സപ്ലയേഴ്സിന് ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്ന ഫിനോമിന അറിയപ്പെടുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഫോർഫീറ്റഡ് ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്ത് ലഭിക്കുന്ന പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ റിസർവ്, ഓപ്ഷൻ സി റിസർവ് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി ഷെയർ ക്യാപിറ്റൽ. ആൻസർ ക്യാപിറ്റൽ റിസർവിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്രെഡിറ്റ് ഡിനോട്ട്സ്. ഒരു ക്രെഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിക്രീസ് ഇൻ അസറ്റ്, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്, ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾ ഓഫ് ദി എബോവ്. ഡിക്രീസ് ഇൻ അസറ്റ്. അസറ്റിൽ ഡിക്രീസ് ഉണ്ടായാൽ അതെന്താണ്? ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്. ലയബിലിറ്റീസിൽ ഇൻക്രീസ് ഉണ്ടായാൽ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾ ഓഫ് ദി എബോവ്. ഈ മേളിൽ പറഞ്ഞ 3 ഓപ്ഷനും ഡിനോട്ട് ചെയ്യുന്നത് ക്രെഡിറ്റിനെ തന്നെയാണ്. ആൻസർ ഓൾ ഓഫ് ദി എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, Trial balance is prepared according to.
ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഓപ്ഷൻ എ ടോട്ടൽ മെത്തേഡ്, ഓപ്ഷൻ ബി ബാലൻസ് മെത്തേഡ്, ഓപ്ഷൻ സി ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് ബാലൻസ് മെത്തേഡാണ്. എന്നാൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ടോട്ടൽ മെത്തേഡ്, രണ്ടാമത്തേത് ബാലൻസ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ഈസ് ബേസ്ഡ് ഓൺ. സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻ എ പ്രൂഡൻസ്, ഓപ്ഷൻ ബി സബ്സ്റ്റൻസ് ഓവർ ഫോം, ഓപ്ഷൻ സി മെറ്റീരിയാലിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അക്കൗണ്ടിംഗ് പോളിസീസ് ബേസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പോളിസീസ് ഏതിന്റെ ബേസിലൊക്കെയാണ്? ഓപ്ഷൻ എ പ്രൂഡൻസ്, ഓപ്ഷൻ ബി സബ്സ്റ്റൻസ് ഓവർ ഫോം, ഓപ്ഷൻ സി മെറ്റീരിയാലിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. മേളിൽ പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷന്റെയും ബേസിലാണ് അക്കൗണ്ടിംഗ് പോളിസീസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഓൾ ഓഫ് ദി അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാല്യുവേഷൻ പ്രിൻസിപ്പിൾ? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വാല്യുവേഷൻ പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഓപ്ഷൻ ബി കറന്റ് കോസ്റ്റ്, ഓപ്ഷൻ സി റിലീസബിൾ വാല്യൂ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. വാല്യുവേഷൻ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, കറന്റ് കോസ്റ്റ്, റിലീസബിൾ വാല്യൂ എന്നിവ. അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് ഏത് മെത്തേഡിലൊക്കെ ഒരു അസറ്റ് വാല്യൂ ചെയ്യാം എന്നുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിൽ കറന്റ് കോസ്റ്റ്, റിലീസബിൾ വാല്യൂ, ഓൾ ഓഫ് ദി അബോവ്. പ്രധാനമായി ഉപയോഗിക്കുന്ന വാല്യുവേഷൻ പ്രിൻസിപ്പിൾ എന്നത് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഈസ് ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ. റീവാലുവേഷനുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് അഥവാ ലോസ് ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? ഓപ്ഷൻ എ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓപ്ഷൻ ബി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓപ്ഷൻ സി ക്യാപിറ്റൽ റേഷ്യോ, ഓപ്ഷൻ ഡി ഈക്വൽ റേഷ്യോ. പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫിക്കായി പറഞ്ഞില്ല എങ്കിൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യുന്നത്. റീവാലുവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ. അത് ഷെയർ ചെയ്യുന്നത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ദ ഫസ്റ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ. ഒരു പാർട്ണറിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? ഓപ്ഷൻ എ റീവാലുവേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ ബി റിയലൈസേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ബാങ്ക് അക്കൗണ്ട്. ഒരു പാർട്ണറിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഈ റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യുന്നത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാരേജ് ഇൻവേർഡ് ഷുഡ് ബി ഡെബിറ്റഡ് ടു. ക്യാരേജ് ഇൻവേർഡ് ഡെബിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? ഓപ്ഷൻ എ പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി സെയിൽസ് അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് എ അക്കൗണ്ട് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി അക്കൗണ്ട്, ഓപ്ഷൻ സി ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ട്രയൽ ബാലൻസ്. എല്ലാ അക്കൗണ്ടിന്റെയും ഡെബിറ്റിലെ ടോട്ടലും ക്രെഡിറ്റിലെ ടോട്ടലും അറിയപ്പെടുന്നതാണ് ട്രയൽ ബാലൻസ് എന്നത്. ട്രയൽ ബാലൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മീഷൻ റിസീവ്ഡ് ഷുഡ് ബി ഡാഷ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്മീഷൻ റിസീവ്ഡ് എന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്? ഓപ്ഷൻ എ ഡെബിറ്റഡ്, ഓപ്ഷൻ ബി ക്രെഡിറ്റഡ്, ഓപ്ഷൻ സി ഒമിറ്റഡ്,
ഓപ്ഷൻ ഡി ക്രിയേറ്റഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്നത് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം കമ്മീഷൻ റിസീവ്ഡ് എന്നത് ഒരു ഇൻകമാണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ അനുസരിച്ച് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് ടു നോ. ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി ആക്ച്വൽ ഇൻകം. ബാലൻസ് ഷീറ്റിന്റെ പ്രധാനപ്പെട്ട പ്രിപ്പറേഷന്റെ ഉദ്ദേശം എന്നത് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ മിനിറ്റ് ബുക്ക്, ഓപ്ഷൻ ബി ഡേ ബുക്ക്, ഓപ്ഷൻ സി ജനറൽ ലെഡ്ജർ, ഓപ്ഷൻ ഡി ലോൺ ലെഡ്ജർ. നമുക്ക് ഓപ്ഷൻ അനുസരിച്ചാണ് ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതേണ്ടത്. ഇവിടെ ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ ബി ഡേ ബുക്ക്, ഓപ്ഷൻ ബി ഡേ ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഗ്രോസ് പ്രോഫിറ്റ് എന്നത് എന്താണ്? ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്ഷൻ ബി സെയിൽസ് ആൻഡ് പർച്ചേസ്, ഓപ്ഷൻ സി സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് സാലറി. സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് എ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നത് എന്താണ്? ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി ഇൻകം, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. ആൻസർ അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നത് അസറ്റ് ആണ്, അസറ്റ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി വരുന്ന CSEB എക്സാമിന് ഇതൊരു ഉപകാരപ്രദമായ ക്ലാസ് ആകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.